ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ ഞാനിപ്പോൾ ഒരു വർക്കിന് വേണ്ടി പോവാണ്. കാക്കനാടാണ് വർക്ക് വരുന്നത്, വേറെ എവിടെ അല്ല, നമ്മുടെ അറേബ്യൻ പാലസിന്റെ അത് തന്നെ. ഇപ്പോൾ ഷവായി മാത്രമായിട്ട് എക്സ്ക്ലൂസീവ് ഒരു സ്റ്റാർട്ട് ചെയ്യുന്നത് കാക്കനാട് ഷവായി പാലസ്. അപ്പോ അതിന്റെ ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടിട്ട് ഇറങ്ങിയതാണ്. നമ്മുടെ ചാച്ചുന്റെ സ്വന്തം വണ്ടിയാണ്. ബെസ്റ്റ് മ്യൂസിയം ആണ്. നമ്മള് ബാക്കിയുള്ള മ്യൂസിയങ്ങളിൽ കയറണമെന്നുള്ളത് ബെസ്റ്റ് മ്യൂസിയത്തിൽ കയറണം. 200 രൂപ ചാർജ് വരുന്നത്. അല്ല, ഒരു 50-60 വർഷങ്ങൾക്ക് പുറകിലോട്ട് പോയിട്ടുണ്ടെങ്കിൽ എന്തൊക്കെ ഉണ്ടാവും, അതിന്റെയൊക്കെ എല്ലാം അടുത്തടുത്തായിട്ട് നമുക്ക് കാണാൻ പറ്റും. 60 വർഷം പുറകിലുള്ള സോറി 1000. അടിപൊളി മ്യൂസിയം. പക്ഷെ റോഡിനൊട്ടും വീതിയില്ല, അതുകൊണ്ട് തന്നെ എപ്പോഴും ബ്ലോക്ക് ആണ് ഇവിടെ. ഈ വഴി കൂടെ പോയാണ് ലേഡീസ് ഹോസ്റ്റൽ സ്കൂളിലുള്ള അതൊക്കെ അറിയാം. ഷൂട്ടിന് വേണ്ടിട്ട് ഞാൻ അധികം പ്രിപ്പയർ ഒന്നും ചെയ്തിട്ടില്ല. വിളിക്കുന്ന കടകൾ മാത്രമേ കാണിക്കുള്ളൂ. സാലഡും സാലഡാണ് മെയിൻ. ഒരു റൊമാലി റൊട്ടി വിരിച്ചിട്ടിട്ട് കുറച്ച് ഷവായി കിടക്ക്, അതിനകത്ത് ഇങ്ങനെ വല്ല ഷവായി ആയിരിക്കണം. ഇങ്ങനെ എല്ലി പിടിക്കുമ്പോൾ ചിക്കൻ കൂടുതൽ കളിക്കണം. അതിട്ടിട്ട് കുറച്ച് മയണൈസ് ഇട്ടിട്ട് സാലഡ് വെച്ചിട്ട് റൊമാലി റൊട്ടി. ഇവരുടെ ഈ അറേബ്യൻ പാലസിലെ സ്പെഷ്യാലിറ്റി എന്താണ്, അവിടെ ഒരു സ്പൈസി ചട്നി കിട്ടുമല്ലോ. സ്പൈസി ഈ ഇടിച്ചമുളക്, തക്കാളി ഒന്നല്ലടാ, ഈ പുളി, അതായത് നമ്മുടെ പുളിങ്കറിയൊക്കെ പോലെ ഇരിക്കും. ആ സാധനം മാത്രം ഉണ്ടെങ്കിലും നമുക്ക് അവിടുത്തെ റൈസ് കഴിക്കാം. അടിപൊളി സാധനം. ഈ കൊച്ചിയിലെ റോഡുകളിലെ തിരക്കുകളെ പറ്റി എന്തൊക്കെ എന്താണ് പറയാനുള്ളത്? ഇവിടുത്തെ തിരക്കുകളെ കുറിച്ച് ഏറ്റവും കൂടുതൽ പറയാൻ എനിക്ക് പറ്റുള്ളൂ. കാരണം ഞാൻ എപ്പോഴും ഈ തിരക്കിന്റെ ഇടയിലാണ് വണ്ടി ഓടിച്ചോണ്ട് പോകുന്നത്. അപ്പൊ ഫീൽഡ് വർക്ക് ആയതുകൊണ്ട് ഏറ്റവും കൂടുതൽ ബ്ലോക്കുകൾ കൊണ്ട് പ്രയാസപ്പെടുന്ന ഞാനാണ്. അല്ലാതെ എനിക്ക് അതിന്റെ പ്രയാസങ്ങൾ വരുത്താകട്ടെ. കോളേജിൽ എനിക്ക് PG അഡ്മിഷൻ കിട്ടിയാണ്. ഞാൻ പോയില്ല. മഹാരാജാസ് കോളേജിലും കിട്ടിയ അഡ്മിഷൻ, അതും ഞാൻ പോയില്ല. ആ ഒരു സിറ്റുവേഷൻ പോകാൻ പറ്റാത്ത സിറ്റുവേഷൻ ആയിരുന്നു. വെച്ചാന്ന് വെച്ചാൽ ആഗ്രഹത്തിന് പുറത്ത് വെച്ചാണ് പല കാര്യങ്ങളും ഓർത്തിട്ടത്. ശരിക്കും ഇങ്ങനത്തെ വീഡിയോസ് ഒക്കെ എടുക്കുമ്പോൾ ഇക്രൊക്കെ കാണുന്നല്ലേ? അതാവുമ്പോ ഇങ്ങനെ പറഞ്ഞ് ഇക്രും അമീൻ പുറത്താണ്. നമ്മൾ പോകുന്ന സ്ഥലത്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മള് കഴിക്കാൻ പോകുന്ന നാട്ടാറ മുന്നിൽ എന്റെ തനി രൂപം കാണിക്കണം. എന്തിനാണ് മര്യാദ മാന്യതയോടെ സംസാരിക്കണല്ലോ പറ്റത്. ഒരു 10 മന്തി പറയണം, 10 മന്തി പറയണം, 10 ജ്യൂസ് പറയണം. ഇല്ല, ബാക്കി 9 മന്തി പുറത്ത് മറിച്ച് വെക്കാം. കച്ചേരിപ്പടി കൊടുത്തിട്ട് കല്യാണ വീട്ടിലെ മന്തി കിറ്റിന് 50 രൂപ. ഒരു ഹലോ പറഞ്ഞേ. ഒരാളും കൂടി കേറിയിട്ടുണ്ട്, ഞാൻ ഒരാളും കൂടി ഉണ്ട്. പറപ്പിച്ച് വിടുവാപ്പ, ചുമ്മാ ഓടന്നെ വാങ്ങി. എന്ത് ട്രാഫിക് ആണ്. ദാനോട് നേരത്തെ. ഹലോ ഗൈസ്, കൊച്ചിയിൽ എവിടെയാണ് ഏറ്റവും നല്ല മന്തി കിട്ടുന്നത്? മന്തി കഴിക്കാനായിട്ട് കൊച്ചിക്കാരുടെ വൺ ഓഫ് ദ ഫേവറേറ്റ് പ്ലേസ് ആണ് അറേബ്യൻ പാലസ്. ആ അറേബ്യൻ പാലസ് ഇപ്പോൾ എക്സ്ക്ലൂസീവ്ലി ഫോർ ഷവായിക്ക് അറേബ്യൻ പാലസ് ഷവായുടെ വൈഡ് റേഞ്ച്
അറേബ്യൻ പാലസ് ഷവായുടെ വൈഡ് റേഞ്ച് വെറൈറ്റിയുമായിട്ട് ഷവായ് പാലസ് സ്റ്റാർട്ട് ചെയ്ത കാര്യം നിങ്ങൾ അറിഞ്ഞിരുന്നോ? ഹലോ നമ്മുടെ അറേബ്യൻ പാലസ് പുതിയ ബ്രാൻഡ് തുടങ്ങിയ വിവരം നിങ്ങൾ അറിഞ്ഞിരുന്നോ? നമ്മുടെ അറേബ്യൻ പാലസ് പുതിയ ബ്രാൻഡ് തുടങ്ങിയ വിവരം നിങ്ങൾ അറിഞ്ഞിരുന്നോ? ഹിയർ ഇറ്റ് ഈസ്. ഷവായ് പാലസ് is exclusively for Madhut and ഷവായ്. സ്റ്റാർട്ട് ആക്കിയോ? ഷവായ പാലസ് is exclusively for Madhut and ഷവായ്. ഒരു 5 വെറൈറ്റീസ് ഓഫ് ഷവായ് അവരിവിടെ ഒരുക്കിയിട്ടുണ്ട്. നമുക്കൊന്ന് കയറി നോക്കാം. മധുഹൂത്താണ് ഇവിടെ പ്രിപ്പയർ ആയിക്കൊണ്ടിരിക്കുന്നത്. ഹായ്, എന്തൊക്കെ ടൈപ്പ് മധുഹൂത്തുകളാണ് ഇവിടെ ഉള്ളത്? നമുക്കിപ്പോൾ ഉള്ളത് നമ്മുടെ മെയിൻ ഐറ്റം ചിക്കൻ, പിന്നെ നമ്മുടെ സ്പെഷ്യൽ മട്ടൺ ആണ്, പിന്നെ അതുപോലെ തന്നെ ബീഫും. സെൽഫി സ്റ്റിക്ക് അല്ലെങ്കിൽ മറ്റേ സ്റ്റാൻഡിങ് ഇതുണ്ടല്ലോ. ഷവായ പാലസ് is exclusively for മധുഹൂത്ത് ആൻഡ് ഷവായ്. ഒരു 5 വെറൈറ്റി ഷവായ അവർ നമുക്ക് വേണ്ടി ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. നമുക്കൊന്ന് നോക്കിയിട്ട് വരാം. ട്രൈ ചെയ്ത് നോക്കാം. കഴിച്ചു നോക്കാം.
ജോസ് എന്താണ് പറയാനുള്ളത്? റഫിനൊക്കെ എന്താ പറയാനുള്ളത്? ചാച്ചക്ക് എന്താ പറയാനുള്ളത്? ഇതുപോലെയുള്ള പരിപാടികൾക്കാണെങ്കിൽ വിളിക്കരുത്. ശരിയാ. ക്യാമറ നോക്കണം. ഫേസില് വെട്ടം അടുത്തോട്ട് ആ അയ്യോ എനിക്ക് ഉറങ്ങണേ മനസ്സിലാവുള്ളൂ. വാ വാ വാ. ആ കൊണ്ടുവന്നു. ഏത് നോക്കി പറയണെങ്കിൽ സ്റ്റാർട്ട്. അത് കിട്ടിയ കിട്ടിയ പിടിക്കാൻ പറ്റുള്ളൂ. ഇത് കിട്ടൂലല്ലേ? ഇതോടെ എടുത്തോളൂ. കറക്റ്റാണോ? കറക്റ്റാണ് ലൈറ്റ്. സ്റ്റാർട്ട് ചെയ്യട്ടെ? എടാ മതി. അങ്ങനെ പറയാതെ ഞാൻ ഇത്രയും ഐറ്റങ്ങൾ ഞങ്ങൾ ഓർഡർ ചെയ്ത് വെറും 10,000 രൂപയായിട്ടുള്ളൂ. ഡാഡി വരുന്നുണ്ട് ലോൺ എടുത്തുകൊണ്ട് ഇതിന്റെ ബില്ല് പേ ചെയ്യാൻ. പാത്രങ്ങളൊക്കെ അവരെടുത്തുകൊണ്ട് സേഫ് ആക്കി വെച്ചിട്ടുണ്ട്. ചാച്ചുവാണ് കഴുകാൻ പോണത്. റഫീനെ ഹെൽപ്പറായിട്ട് റഫീന എങ്ങനെ ഉണ്ടായിരുന്നു എക്സ്പീരിയൻസ്? പറഞ്ഞോ. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഫുഡൊക്കെ അടിപൊളി, സൂപ്പർ ഒന്നും പറയാം. ഈ പരിപാടി എങ്ങനെയുണ്ട്? പരിപാടി സൂപ്പർ. ഇതേപോലെയുള്ള പരിപാടികൾ കിട്ടട്ടെ.
ഗൈസ് ഒരു വീഡിയോ കൂടി ബാലൻസ് ഉണ്ട്. ഈ ഒരു ഐറ്റം കൂടി എടുക്കാനുണ്ട്. വയറൊക്കെ നിറഞ്ഞ് അൽഹംദുലില്ലാ. ഇനി ഇത് കഴിക്കാനുള്ള സ്പേസ് ഒന്നും ഇല്ല. കാണിക്കാം അത് ഇത് അത് ഇത് അത് ഇത് അത് ഇത് അത് നല്ല തക്കട് കിട്ടി തിന്നാൻ എടുക്കുമ്പോ തന്നെ പോണേ. ഇനി വിട്ടു പോണോ നോക്കട്ടെ. തിന്നണ ഇതല്ല ഞാൻ തന്നെയാണ്. എനിക്ക് തന്നെ കൺഫ്യൂഷൻ ആവുന്നു എന്ത് തിന്നില്ല. അപ്പോഴാണ് ഞാൻ ചന്ദ്രമണി മാല മേടിച്ചത്. അപ്പോഴാണ് ഞാൻ ഇവിടെ സവാള ഇരിക്കുന്നത്. സവാള ഇപ്പൊ എൻ്റെ എല്ലാ കൺഫ്യൂഷനും മാറി. അറേബ്യൻ പാല് ചാച്ചു എങ്ങനെയുണ്ടായിരുന്നു? നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഒന്നും പറയാല്ല, നല്ല ടേസ്റ്റ് ചിക്കൻ ഒന്നുകൂടെ ടോട്ടലി ഒരു ഡിഫറെന്റ് എക്സ്പീരിയൻസ് ആയിരുന്നു. നല്ലൊരു ഫുഡൊക്കെ കിട്ടും. അടിപൊളി. റിവ്യൂ ഫ്രം മുഹമ്മദ് ഷാസ്. കിട്ടിയാ കാണിച്ചേ രണ്ടും കാണിക്കണേ. ഇതെന്റെ കൊച്ചപ്പാന്റെ പോലാണ്. ഇതെന്റെ കൂട്ടുകാരിയാണ്. ഇത് ഇവന്റെ കൂട്ടുകാരിയാണ്. ഇച്ചിരി ചോറ് വാങ്ങിച്ചാ ചേച്ചിന്ന് പറയാൻ എന്റെ ഒപ്പം വന്നത്. കയ്യിലിരിക്കണോ എന്താ. ഇന്നത്തെ വീഡിയോ ഇത്ര ഉള്ളു. നല്ല മഴയായിരുന്നു. ബൈ ബൈ ഗൈസ്. ജോയോ.